പ്രസവശേഷമുള്ള വയറ് കുറച്ചാടുക, അതുപോലെ തന്നെ ഒരു 40 വയസ്സിനൊക്കെ ശേഷം സ്ത്രീകളിൽ വയറ് ചാടുക, അതുപോലെ ആർത്തവിരാമത്തിന് ശേഷം വയറ് ചാടുക, ഇങ്ങനെ സ്ത്രീകൾക്ക് പലപ്പോഴും വയറ് ചാടാറുണ്ടല്ലേ. പലതരത്തിലുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്ത് നോക്കിയാലും ചിലപ്പോൾ ചാടിയ വയറ് കുറയാറില്ല, എന്നാലും നമ്മുടെ വെയിറ്റിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരികയും ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പല എക്സസൈസുകൾ ചെയ്ത് നോക്കിയാലും ഈ വയറ് കുറയാത്തത് എന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. അതായത് നമ്മുടെ അബ്ഡോമിനൽ വയറിൽ 4 തരം മസിൽസ് ആണുള്ളത്. ഈ 4 മസിൽസിൽ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ഏറ്റവും പുറമേ ആയിട്ട് വരുന്നതാണ് റെക്ടസ് അബ്ഡോമിനസ് എന്ന മസിൽസ്. നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ വയറ് വലുതായി വരുമ്പോൾ ഈ റെക്ടസ് അബ്ഡോമിനസ് എന്ന മസിലിനാണ് വലിപ്പം കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു 40 വയസ്സിന് ശേഷമൊക്കെ നമ്മുടെ ഹോർമോണിൽ വരുന്ന വ്യതിയാനം കാരണം നമ്മുടെ വയറ് തൂങ്ങാറുണ്ടല്ലേ. ഈ സമയത്തൊക്കെ തന്നെ ഈ റെക്ടസ് അബ്ഡോമിനസ് എന്ന് പറയുന്ന മസിൽസിനാണ് ഇവിടെ പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വയറ് ചുരുങ്ങിയാലും അതുപോലെ തന്നെ വയറ് ചാടിയവർക്കൊക്കെ ആണെങ്കിലും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റെക്ടസ് അബ്ഡോമിനസ് മസിൽസ് കുറച്ച് അകന്നു പോവുകയാണ്. അകന്നു പോയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു വിടവുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഡയാസ്റ്റാസിസ് റെക്റ്റി എന്ന് പറയുന്നത്. ഈ ഡയാസ്റ്റാസിസ് റെക്റ്റി എന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മുടെ തൂങ്ങിയ വയറ് പെട്ടെന്ന് കുറയാത്തത്. അതായത് നമ്മൾ എന്തൊക്കെ എക്സസൈസ് ചെയ്താലും ഇവിടെ നമ്മുടെ അകന്ന് നിൽക്കുന്ന റെക്ടസ് അബ്ഡോമിനസ് എന്ന മസിൽസ് അടുത്തേക്ക് വരില്ല. ഇതിൻ്റെ ഫലമായിട്ട് ഒരിക്കലും നമുക്ക് ചാടിയ വയറ് കുറയില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, അതായത് എക്സസൈസുകൾ ചെയ്യുന്ന വെയിറ്റ് ലോസിനുള്ള എക്സസൈസുകൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റെക്ടസ് അബ്ഡോമിനസ് എന്ന മസിൽസിനെ രണ്ടിനെ അടുപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഡയാസ്റ്റാസിസ് റെക്റ്റി എന്നുള്ള കണ്ടീഷൻ ഇല്ലാതാക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഡയാസ്റ്റാസിസ് റെക്റ്റി ഉണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നമ്മൾ നേരെ നിരപ്പായ ഒരു സ്ഥലത്ത് കിടക്കുക, എന്നിട്ട് തലയൊന്ന് കുറച്ച് ഉയർത്തി വെക്കാം. തല നിങ്ങൾക്ക് കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. കുറച്ചൊന്ന് ഉയർത്തി വെച്ചതിന് ശേഷം നമ്മുടെ വയറിൻ്റെ നടുഭാഗത്ത്, അതായത് നമ്മുടെ പൊക്കിളിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് കൈ ഒന്ന് അമർത്തി നോക്കാം. അതായത് നിങ്ങളുടെ ഒരു വിരൽ മാത്രമേ പൊക്കിളിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയാസ്റ്റാസിസ് റെക്റ്റി എന്നുള്ളൊരു കണ്ടീഷൻ ഇല്ല, വയറ് ചാടിയ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അതേസമയം ഒരു വിരലിൽ കൂടുതൽ വിരൽ, ഒരു 2 വിരൽ കടക്കുന്നുണ്ടെങ്കിൽ ഡയാസ്റ്റാസിസ് റെക്റ്റി എന്നുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് അവിടെയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ അതിനെ ഫിക്സ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിനെ എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം? ഇതിനെ പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ ചെയ്തിട്ട് വേണം ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ യോഗാസനങ്ങൾ ചെയ്യുന്നവരും ശ്രദ്ധിക്കുക, ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നത് സൂര്യ നമസ്കാരം പോലുള്ള യോഗാസനങ്ങൾ ചെയ്യാതിരിക്കാം. കൂടുതലായിട്ടും പർവ്വതാസനം, ശശാങ്കാസനം പോലുള്ള യോഗകൾ ചെയ്തിട്ട് ഈ നമ്മുടെ അബ്ഡോമിനൽ മസിൽസിന് സ്ട്രെങ്തൻ ചെയ്ത് ഡയാസ്റ്റാസിസ് റെക്റ്റി എന്നുള്ളൊരു കണ്ടീഷൻ കുറച്ചതിന് ശേഷം വ്യായാമങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ തടി കുറയുന്നതിൻ്റെ കൂടെ തന്നെ ഈ വയറും കുറയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ 40 വയസ്സിന് ശേഷം സ്ത്രീകളിൽ ഇത് ഡയാസ്റ്റാസിസ് റെക്റ്റി വരാനുള്ളൊരു കാരണം ഇത് തന്നെയാണ്. അതായത് നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അബ്ഡോമിനൽ മസിൽസിന് സ്ട്രെങ്തൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരു 40+ ഏജിന് ശേഷം സ്ത്രീ ഹോർമോണിൻ്റെ അളവിൽ കുറവ് വരുമ്പോഴും നമുക്ക് ഈ ഡയാസ്റ്റാസിസ് റെക്റ്റി എന്നുള്ള കണ്ടീഷൻ വരാം. ഇത് കാരണം അവിടെ നമുക്ക് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് തൂങ്ങിയ വയറ് വരാനുള്ള കാരണമാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 40+ന് ശേഷവും പെൽവിക് ഫ്ലോർ എക്സസൈസ് ചെയ്യുന്നത് നിങ്ങൾ നിർബന്ധമാക്കുക. ഇനി അത് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ശശാങ്കാസനം, പർവ്വതാസനം പോലുള്ള ആസനങ്ങൾ ചെയ്താലും മതി. എന്നിട്ട് ഈ വയറിലെ ഡയാസ്റ്റാസിസ് റെക്റ്റി എന്നുള്ള കണ്ടീഷൻ കുറച്ചതിന് ശേഷം നിങ്ങൾ എക്സസൈസ് ചെയ്തു തുടങ്ങുക. എന്നാൽ നിങ്ങൾക്ക് തടിയും വയറും ഒരുപോലെ കുറയ്ക്കാൻ സാധിക്കും.